ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് ലായിനെ കാണിച്ചിട്ടാണ് കേട്ടോ. കാരണം ഇന്ന് ലായിൻ്റെ വീഡിയോ ആണ്. ലായ്ക്ക് ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയ കുറച്ച് മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ലായിനെ മാറ്റി റെഡിയാക്കിയിട്ട് ഓനെ ഇരുത്തിയതാട്ടോ. നമ്മൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ആ ടൈമിൽ ലായിൻ്റെ കയ്യിലൊരു ടോയ് എടുത്തിട്ടുണ്ടായിരുന്നു. ആകുമ്പോൾ പ്രഷർ അപ്ലൈ ചെയ്താൽ സൗണ്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓൻ്റെ മാക്സിമം പ്രഷർ അതിൽ അപ്ലൈ ചെയ്തിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. കുറേ നോക്കുന്നുണ്ട്, നല്ല മെനക്കെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയായി. ഞാനും ലായും ഗ്രീൻ ആൻഡ് ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഷോപ്പിൽ എത്തിയ ടൈമിൽ ലായി ഇങ്ങനെ കരയുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഗിയർ സൈഡിലേക്ക് പോയപ്പോൾ ആളെ ഹാപ്പിയായി വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമ്മൾ ഡോളിൻ്റെ സെക്ഷനിലൊന്ന് കൊണ്ടുപോയപ്പോൾ നമുക്കതൊന്നും വേണ്ടാന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ ലായ്ക്ക്. പിന്നെ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. കാരണം ഇത് മാത്രമുള്ള ഓൻ്റെ ഏജിന് സ്യൂട്ടായത്. ബാക്കിയൊക്കെ ഒന്നുകൂടി വലുതാവണം. പിന്നെ ഇതാകുമ്പോൾ സൈഡിൽ സപ്പോർട്ട് ഉണ്ട്, ഈ വീഴാതിരിക്കാനുള്ള സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഓനെ കൺട്രോൾ ചെയ്യാൻ ഒരു കൺട്രോളിങ് ഒരു ഇതുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പിടിച്ച് നീക്കാനൊക്കെ പറ്റിയൊരു എന്തായാലും പറയാൻ എനിക്കറിയില്ല, ഒരു സംഭവമുണ്ട്. പിന്നെ ഓനക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. ആളെല്ലാം ഹാപ്പിയാണ് കേട്ടോ. എണീറ്റ് നിന്നിട്ടൊക്കെയാണ് കേട്ടോ തള്ളി കൊടുക്കേണ്ടത്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ലായ്ക്ക് പെട്ടെന്ന് തന്നെ വാങ്ങണമെന്ന് തോന്നാനൊരു റീസൺ ഉണ്ടായിരിക്കും കേട്ടോ. ഒന്നാമത് എനിക്ക് വണ്ടിനോടൊക്കെ ഭയങ്കര ക്രേസാന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അത് എന്താ സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു വീഡിയോ ഇതിൻ്റെ കൂടെ അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ലായ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ലായിങ്ങനെ ചിരിഞ്ഞൊക്കെ ഇരുന്നിട്ടാണ് ഇതാക്കുക. കാരണം ലായ്ക്ക് ഷെയറിങ്ങിനോടും കയറിനോടൊക്കെ ഭയങ്കര ഒരു ക്രേസല്ലേ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പം തന്നെ അവനക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം തോന്നിയിട്ട് നമ്മൾ വന്നേ കേട്ടോ. പിന്നെ ആളെ വന്ന് എണീക്കാൻ തന്നെ കൂട്ടാക്കുന്നുണ്ടായില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ സിനിമ വാക്കറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവനക്ക് ഇഷ്ടമാകാതെ തന്നെയാണ് കേട്ടോ. പിന്നെ സ്വിങ്ങിലൊക്കെ ഇരുത്തുമ്പോൾ അവന് കറക്റ്റ് ആദ്യം ഒരു കൈ കൊണ്ട് അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ടൊക്കെ ഒന്നെന്നെ പിടിച്ചിരുന്നെങ്കിലും പിന്നെ സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബൗൺസറിൽ ഒന്നുകൂടി ഇരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വാക്കറിൽ ഇരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. ബൗൺസറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബൗൺസറുമ്മലൊക്കെ തൂങ്ങിക്കണമൊക്കെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോൾ സൈഡൊക്കെ ഉണ്ടായാൽ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ ഡോളൊന്നും അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത പോലെ കേട്ടോ. കയ്യിലൊരു ഡോൾ എടുത്ത് കൊടുത്തപ്പോഴും എനിക്ക് വേണ്ട, അത് തട്ടി മാറ്റാൻ കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഡോളിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ ഒരു എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് അതുപോലെ മനസ്സിലായിട്ടോ. ഈ കരച്ചിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോഴല്ലേ കരച്ചിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സാധനം എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ അത് തുറന്ന് നോക്കണം. കാരണം ലായി അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് കാരണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ലായി എണീറ്റിട്ടാണ് നമ്മൾ നോക്കിയത് കേട്ടോ. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ ആൾ ഹാപ്പി ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അതിൽ ചാടുന്നുണ്ട് കേട്ടോ.